മുഹമ്മദ് ഇബ്രാഹിമിന്റെ മൃതദേഹം ഇപ്പോൾ കൊച്ചിയിൽ എത്തിച്ചിരിക്കുന്നു. ഭൗതികദേഹം ലക്ഷദ്വീപിലേക്ക് എത്തിക്കുന്നില്ല, തിരിച്ച് കൊച്ചിയിൽ തന്നെ ഖബർസ്ഥാനിൽ സംസ്കരിക്കാനാണ് കുടുംബത്തിന്റെ അടക്കം തീരുമാനം. ഇക്ബാലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കടൽ താണ്ടി മെഡിക്കൽ സ്വപ്നവുമായി കേരളത്തിലെത്തിയ വിദ്യാർത്ഥിയാണ്. ഇവിടെയുള്ളവരുമായി സൗഹൃദത്തിലാകുന്നു, അടുത്തിടപഴകുന്നു, അവർ ഒരുമിച്ച് ഒരു യാത്ര പോകുന്നു. ആ യാത്ര ഇങ്ങനെ അവസാനിക്കുന്നു. അങ്ങേറ്റം നൊമ്പരമായ കാഴ്ച. ഇപ്പോൾ ഇക്ബാലിന്റെ മൃതദേഹം പള്ളിക്കകത്തേക്ക് കൊണ്ടുപോകുന്നതാണ് പ്രേക്ഷകർ കാണുന്നത്. ലക്ഷദ്വീപ് സ്വദേശിയാണ് മുഹമ്മദ് ഇക്ബാൽ. ലക്ഷദ്വീപ് സ്വദേശിയായ മുഹമ്മദ് ഇക്ബാൽ കേരളത്തിൽ മെഡിക്കൽ സ്വപ്നം കണ്ടെത്തിയതാണ്. 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ്. കടൽ കടന്നെത്തി മുഹമ്മദ് ഇക്ബാലിന് പക്ഷേ സെസ്കോപ്പിട്ട് ഡോക്ടറായി തിരികെ നാട്ടിലേക്ക് പോകാൻ വിധി അനുവദിച്ചില്ല. ശ്യാം കുമാർ നമ്മോടൊപ്പം ചെയ്യുന്നു. ശ്യാം, ലക്ഷദ്വീപ് സ്വദേശിയാണ്. ഈ എറണാകുളം പള്ളിയിൽ തന്നെ ഖബർസ്ഥാനിൽ സംസ്കരിക്കാനാണോ തീരുമാനം? കുടുംബമടക്കം അവിടെ എത്തിയിട്ടുണ്ടോ? ലക്ഷദ്വീപിൽ നിന്ന് ആളുകൾ എത്തിയിട്ടുണ്ടോ അവിടെ? ലക്ഷദ്വീപ് സ്വദേശിയുടെ മൃതദേഹം ഇപ്പോൾ എറണാകുളം ടൗൺ ജുമാ മസ്ജിദിൽ എത്തിച്ചിട്ടുണ്ട്. മയ്യത്ത് നമസ്കാരം അല്പസമയത്തിനകം പള്ളിയിൽ നടക്കും. അതിനുശേഷം പള്ളിയുടെ ഖബർസ്ഥാനിൽ തന്നെയാണ് മൃതദേഹം ഖബറടക്കുക. ഏതായാലും മരിച്ച കുട്ടിയുടെ ബന്ധുക്കളടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. കുട്ടിയുടെ പിതാവടക്കം രാവിലെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലും എത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ മൃതദേഹം ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. മുഹമ്മദ് ഇബ്രാഹിമിന്റെ മൃതദേഹം 2:30 ഖബറടക്കം നടക്കുമെന്നുള്ളതാണ് നേരത്തെ അറിയിച്ചിരുന്നത്. ലക്ഷദ്വീപിലെ ആന്ത്രോത്ത് ദ്വീപിലെ താമസക്കാരനാണ് മുഹമ്മദ് ഇബ്രാഹിം. നിലവിൽ മയ്യത്ത് നമസ്കാരത്തിന് ശേഷം ഖബർസ്ഥാനിൽ ഖബർ ചടങ്ങുകൾ നടക്കും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ആന്ത്രോത്തിൽ നിന്നുൾപ്പെടെ അടുത്ത ബന്ധുക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നിരവധി ലക്ഷദ്വീപ് സ്വദേശികളുള്ള സ്ഥലമാണ് കൊച്ചി. മരണവിവരമറിഞ്ഞ് കൊച്ചിയിലുള്ള ലക്ഷദ്വീപ് നിവാസികൾ ഉൾപ്പെടെയുള്ള നിരവധി പേരാണ് പള്ളിയിൽ മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഖബറടക്ക ശുശ്രൂഷകൾ ആരംഭിക്കുക. പാലക്കാട് സ്വദേശി ശ്രീദീപ്, കണ്ണൂർ സ്വദേശി മുഹമ്മദ് ജബ്ബാർ, കോട്ടയം സ്വദേശികളായ ദേവനന്ദൻ, ആയിഷാജി, ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം എന്നിവരെയാണ് നമുക്ക് നഷ്ടമായത്. ഇന്നലെ ഉണ്ടായ അപകടത്തിൽ ഇവർ ആലപ്പുഴയിലേക്ക് പോവുകയായിരുന്നു. തവേരക്കാർ വൈറ്റിൽ നിന്ന് പുനലൂരിലേക്ക് വരുന്ന KSRTC ബസ്സിലേക്ക് ഇവരുടെ കാർ ഇടിച്ചു കയറുകയായിരുന്നു. രാത്രി ഏറെ വൈകി നമ്മെ നൊമ്പരപ്പെടുത്തിയെത്തിയ വല്ലാത്തൊരു വാർത്ത. അതിൻ്റെ നടുക്കം ഇപ്പോഴും പലർക്കും വിട്ടുമാറിയിട്ടില്ല. പ്രത്യേകിച്ച് അവിടെ സഹപാഠികൾക്ക് ഒന്നിച്ചിരുന്ന് പഠിച്ചവരാണ്. മാസങ്ങളായി എത്തിയെങ്കിലും കോളേജുകൾക്ക് പ്രിയപ്പെട്ടവരായിരുന്നു അവർ. ഇപ്പോൾ അവരുടെ 5 പേരിൽ 3 ഭൗതികദേഹങ്ങൾ അവരുടെ വീടുകളിലും പള്ളികളിലേക്കും എത്തിച്ചിരിക്കുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് കണ്ണൂരിലുള്ള അബ്ദുൽ ജബ്ബാറിൻ്റെയും ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിമിൻ്റെയും സംസ്കാരം ഇന്ന് നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഇപ്പോൾ ലക്ഷദ്വീപ് സ്വദേശിയായ മുഹമ്മദ് ഇബ്രാഹിമിൻ്റെ ഭൗതികദേഹം കൊച്ചിയിലെ പള്ളിയിൽ എത്തിച്ചിരിക്കുന്നു. ലക്ഷദ്വീപ് സ്വദേശിയാണ്. കുടുംബാംഗങ്ങളും ബന്ധുക്കളും നാട്ടുകാരുമൊക്കെ പള്ളിയിൽ എത്തിച്ചേർന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരിച്ച് കടൽ കടന്നെത്തിയ ഡോക്ടറാകണമെന്ന സ്വപ്നവുമായി എത്തിയ മുഹമ്മദ് ഇക്ബാലിനെ തിരിച്ച് ആ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല. കൊച്ചിയിൽ തന്നെ അവൻ അന്തിയുറങ്ങും എന്ന് തന്നെയാണ് കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം ആയിഷാജി കോട്ടയം സ്വദേശിയാണ്. നേരത്തെ നമ്മൾ അങ്ങേയറ്റം വിങ്ങളോടെ കണ്ടൊരു ദൃശ്യം, ആയിഷാജി തൻ്റെ മാതാപിതാക്കളോടൊപ്പം തൻ്റെ പ്രതീക്ഷകൾക്ക് മുളയിടാൻ പോകുന്ന ആ ക്യാമ്പസിൻ്റെ വണ്ടാനം മെഡിക്കൽ കോളേജിൻ്റെ ഗേറ്റിൻ്റെ മുന്നിൽ നിന്നെടുത്തൊരു ദൃശ്യങ്ങളാണ്. ആ ചിത്രമാണ്. എത്രത്തോളം സ്വപ്നങ്ങളുമായിരിക്കും ആ ചിത്രങ്ങൾ അവർ പകർത്തിയത്. ആ ചിത്രങ്ങൾ ഭാവിയിലുള്ള അവരുടെ പ്രതീക്ഷകൾ, ഭാവിയിലേക്കുള്ള അവരുടെ സ്വപ്നങ്ങൾ അതെല്ലാം നെയ്തെടുക്കുന്നിടത്ത് തൻ്റെ മാതാപിതാക്കളോടൊപ്പം ചേർന്നൊരു ദൃശ്യങ്ങൾ പകർത്തിയ ആദർശിൻ്റെ ഭൗതികദേഹമാണ് നമ്മൾ കാണുന്നത്. ആയുഷിന് അന്ത്യചുംബനം നൽകുന്ന വേണ്ടപ്പെട്ടവർ, പ്രിയപ്പെട്ടവർ, അവർക്ക് താങ്ങാനാകുന്നില്ല വിങ്ങൽ. ഇപ്പോൾ ആയുഷിൻ്റെ ഭൗതികദേഹം പ്രിയപ്പെട്ടവർ കാണുകയാണ്. ആയുഷിൻ്റെ മാതാപിതാക്കൾ പുറത്താണ്, അവർ ഇൻഡോറിലാണ്. അവർ തിരിച്ചെത്തും. അതിനുശേഷം മാത്രമാണ് സംസ്കാര ചടങ്ങുകളടക്കം ഉണ്ടാവുക. നമുക്ക് എത്രത്തോളം ഈ വാക്കുകൾ കൊണ്ട് അവരുടെ സങ്കടങ്ങൾ അത് വിവരിക്കാനാകുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ഒരു പ്രതീക്ഷയായിരുന്നു ആ കുരുന്നുകൾ. 5 യുവാക്കൾ നമ്മൾ പറയുമ്പോഴും വീട്ടുകാർക്ക് അവർ കുരുന്നുകളാണ്. ടോബി, ആയുഷിൻ്റെ അങ്ങേറ്റം വിങ്ങലോടെ നമ്മൾ കാണുന്ന ഒരു ദൃശ്യമുണ്ട്. മാതാപിതാക്കളോടൊപ്പം ആ ക്യാമ്പസിൻ്റെ പുറത്തു നിന്ന് എടുക്കുന്ന ഒരു സെൽഫി. ആ സെൽഫിക്ക് പറയാൻ ഒരുപാട് പ്രതീക്ഷകളുടെയും സ്വപ്നങ്ങളുടെയും കഥയുണ്ടായിരുന്നു. പക്ഷേ ആ കഥകൾ ഇതോടെ പരിസമാപ്തി കുറിക്കുകയാണ്. എന്താണ് അവിടെയുള്ള സ്ഥിതിവിശേഷങ്ങൾ? നിലവിൽ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? മാതാപിതാക്കൾ എപ്പോഴേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങേറ്റം നീറുന്ന രംഗങ്ങളാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഓരോ മിനിറ്റുകളിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. ടോബി, അതുപോലെ ആലപ്പുഴ സ്വദേശിയായ ആയിഷാജി, കോട്ടയം സ്വദേശിയായ ദേവാനന്ദൻ, കണ്ണൂർ സ്വദേശിയായ മുഹമ്മദ് അബ്ദുൽ ജബ്ബാർ, അതുപോലെ ലക്ഷദ്വീപ് ആന്ത്രോത്ത് സ്വദേശിയായ BP മുഹമ്മദ് ഇബ്രാഹിം. ഇബ്രാഹിം എന്ന സഹോദരന്റെ മയ്യിത്താണ് നമ്മുടെ മുന്നിലുള്ളത്.
വല്ലാത്തൊരു രാത്രിയായിരുന്നു ഇന്നലെ ആലപ്പുഴയെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച്. മെഡിക്കൽ സ്വപ്നവുമായി എൻട്രൻസും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ശ്രീജിത്ത് നമ്മോടൊപ്പം ചെയ്തു. ശ്രീജിത്ത്, തുടരാം. തൊട്ട് മുമ്പ് നിൽക്കുന്നത് തിരുപ്പിക്കൊണ്ട് ഓന്റെ വാപ്പയാണ്. ഓന്റെ ഉമ്മ അപ്പുറത്തുണ്ട്. അല്ലാഹുവേ പടച്ചവനെ, ഈ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ റഹ്മത്തിലേക്ക് യാത്രയായ ഇബ്രാഹിം എന്ന ഈ സഹോദരനെ ോടുകൂടി നൊമ്പരപ്പെടുത്തുന്ന മണിക്കൂറുകളാണ് കേരളം പിന്നിട്ടുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രതീക്ഷകൾ, വലിയ സ്വപ്നങ്ങൾ, മെഡിക്കൽ ബിരുദ സ്വപ്നമൊക്കെ കേരളത്തെ സംബന്ധിച്ച് ഓരോ വിദ്യാർത്ഥിയും എത്ര വലിയ സ്വപ്നമായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അവിടെ മെറിറ്റിൽ മിടുക്കര എൻട്രൻസ് ചെയ്ത് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളാണ് അവർ. 11 പേരായിരുന്നു. കൂട്ടം ചേർന്ന് ഒന്ന് പുറത്തേക്കിറങ്ങിയതാണ് പഠനത്തിരകൾക്കിടയിൽ. ആ യാത്ര ഇങ്ങനെയാകുമെന്ന്, നനച്ചിരിക്കാത്ത നേരത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആരും അറിഞ്ഞില്ല. ആ 11 പേരിൽ ഒന്നിച്ചിരുന്ന് യാത്ര ചെയ്തവരിൽ നിന്ന് 5 പേർ അവരുടെ കൂടെ ഇല്ല എന്ന വാർത്ത ആ കൂടെ യാത്ര ചെയ്തവർക്കും സഹപാഠികൾക്കും ഒപ്പം വീട്ടുകാർക്കും അവരറിയുന്നവർക്കുമൊക്കെ എത്രത്തോളം വിടവുണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ നമ്മൾ കാണുന്നത് ലക്ഷദ്വീപ് സ്വദേശിയായ മുഹമ്മദ് ഇബ്രാഹിമിൻ്റെ സംസ്കാര ചടങ്ങുകൾ, അതിന് മുന്നോടിയായുള്ള പ്രാർത്ഥനാ ചടങ്ങുകൾ അവിടെ തുടങ്ങിയിട്ടുണ്ട്. ലക്ഷദ്വീപ് സ്വദേശിയാണ് ശ്യാംകുമാർ. പള്ളിയിലെ പ്രാർത്ഥനാ ചടങ്ങുകൾ തുടങ്ങിയെന്ന് മനസ്സിലാക്കുന്നു. ലക്ഷദ്വീപിൽ നിന്ന് ഇബ്രാഹിമിൻ്റെ വേണ്ടപ്പെട്ടവരൊക്കെ അവസാനം നോക്കുകാണാൻ, അവസാനമായി ഇബ്രാഹിമിനെ കാണാൻ അവിടെ എത്തിയിട്ടുണ്ട്. സുഹൈലെ, മുഹമ്മദ് ഇബ്രാഹിമിൻ്റെ നിരവധി ബന്ധുക്കൾ ലക്ഷദ്വീപിൽ നിന്ന് കൊച്ചിയിലെത്തി താമസിക്കുന്ന ആളുകൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് പള്ളിയിൽ നടക്കുന്ന മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. നിലവിൽ പള്ളിക്കകത്ത് പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുകയാണ്. അതിനുശേഷമായിരിക്കും പള്ളിയോട് ചേർന്നുള്ള ഖബർസ്ഥാനിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക. അല്പസമയം മുമ്പാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് മുഹമ്മദ് ഇബ്രാഹിമിൻ്റെ മൃതദേഹവുമായിട്ടുള്ള ആംബുലൻസ് ഇവിടെ എത്തിയത്. തുടർന്ന് മയ്യത്ത് നമസ്കാരത്തിനായി പള്ളിക്കുള്ളിൽ മൃതദേഹം എത്തിച്ചു. പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുകയാണ്. ഈ അപകടത്തിൽ മരിച്ച മറ്റു കുട്ടികൾക്കടക്കം ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷമാകും പള്ളിയോട് ചേർന്നുള്ള ഖബർസ്ഥാനിൽ മതപരമായ മറ്റ് ചടങ്ങുകളോടുകൂടി ഖബറടക്കം നടക്കുക. ഏതായാലും വലിയ വേദന നൽകുന്ന വാർത്ത. വലിയ പ്രതീക്ഷയോടുകൂടി ദ്വീപിൽ നിന്ന് കേരളത്തിലെത്തുകയും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പഠനം തുടങ്ങുകയും ചെയ്ത ഒരു യുവ ഡോക്ടറെ തന്നെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ വേദന നിൽക്കുമ്പോൾ തന്നെ മുഹമ്മദ് ഇബ്രാഹിമിന് അന്തിമോപചാരം അർപ്പിക്കാനും അവസാന യാത്ര നൽകാനുമായി കൂടുതൽ ആളുകൾക്ക് ദ്വീപിൽ നിന്ന് എത്താനായിട്ട് സാധിച്ചിട്ടില്ല എങ്കിൽ പോലും ലക്ഷദ്വീപിൽ നിന്ന് കൊച്ചിയിൽ താമസിക്കുന്ന നിരവധി ദ്വീപ് നിവാസികൾ ഉൾപ്പെടെ ഇന്നത്തെ ഈ മയ്യത്ത് നമസ്കാരത്തിൽ ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട്. ഏതായാലും കുട്ടിയുടെ പിതാവും മാതാവും രാവിലെ വിമാനമാർഗം നെടുമ്പാശ്ശേരിയിൽ എത്തുകയും തുടർന്ന് ആലപ്പുഴയിൽ എത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അവർ മൃതദേഹത്തോടൊപ്പം സഞ്ചരിച്ചുകൊണ്ട് ഇങ്ങോട്ട് എത്തിയത്. ഇപ്പോൾ നടക്കുന്ന ഈ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷം ഖബർസ്ഥാനിൽ തന്നെ മൃതദേഹം ഖബറടക്കും. ഏതായാലും ലക്ഷദ്വീപിൽ നിന്ന് തന്നെ നിരവധി പേർ വിട നൽകാനായി എത്തിയിട്ടുണ്ട്. അതിൻ്റെ ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം ഈ പള്ളിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുന്ന മൃതദേഹം ഇവിടെ ഇപ്പോൾ ഈ കാണുന്ന ഈ സ്ഥലത്ത് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി കുറച്ചു നേരം ഇവിടെ വയ്ക്കും. അതിനുശേഷമായിരിക്കും ഇവിടെ നിന്ന് മൃതദേഹം തൊട്ടടുത്തുള്ള ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകുക. ഏതായാലും 100 കണക്കിന് ആളുകൾ ഇപ്പോൾ നടക്കുന്ന നമസ്കാര പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം മതപരമായ ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം അന്തിമോപചാരം അർപ്പിക്കാനുള്ളവർക്ക് അതിനുള്ള അവസരം നൽകിയ ശേഷമായിരിക്കും ഖബർസ്ഥാനിലേക്ക് മൃതദേഹം കൊണ്ടുപോകുക. ഏതായാലും അതിൻ്റെ പ്രാർത്ഥനാ ചടങ്ങുകൾ ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സുഹൈൽ, ആഴത്തിലൊന്നും മുറിഞ്ഞാൽ അതിശക്തമായ വേദന വന്നാൽ ദ്വീപ് താണ്ടി കൊച്ചിയിലേക്ക് എത്തേണ്ടി വരുന്ന മനുഷ്യരുടെ നാടാണ്. അവിടെ നിന്ന് ആതുര സേവന രംഗത്തേക്ക് ഒരു പുതിയ ചുവടുവെപ്പായിരുന്നു മുഹമ്മദ് ഇബ്രാഹിം. ലക്ഷദ്വീപിൽ നിന്ന് MBBS എന്ന സ്വപ്നവുമായി വണ്ടാനം മെഡിക്കൽ കോളേജിൽ മെറിറ്റിൽ പഠിച്ചു മിടുക്കനായി സീറ്റ് വാങ്ങി പിന്നീട് ദ്വീപിലേക്ക്, ആ ദ്വീപ് നിവാസികൾക്ക് ആതുര സേവന രംഗത്തേക്ക് ഒരു പുതിയ മാതൃക പോലും മനസ്സിൽ കണ്ട് സ്വപ്നം കണ്ട ഒരു യുവാവോ കുരുന്നമാണ് മുഹമ്മദ് ഇബ്രാഹിം. പക്ഷേ അവൻ്റെ പഠനം പൂർത്തിയാക്കാനാകുന്നില്ല. അവൻ്റെ പ്രതീക്ഷകൾ, അവൻ്റെ സ്വപ്നങ്ങൾ അത് പാതിയിൽ വെച്ച് നനച്ചിരിക്കാത്ത നേരത്ത് അവൻ യാത്രയായിരിക്കുന്നു. മുഹമ്മദ് ഇബ്രാഹിമിൻ്റെ ഭൗതികദേഹം ഇപ്പോൾ എറണാകുളത്തെ പള്ളിയിൽ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക്, സംസ്കാരത്തിന് മുന്നോടിയായുള്ള ഖബറടക്കലിന് മുന്നോടിയായുള്ള പ്രാർത്ഥനാ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.